ഓക്കെ, അപ്പം നമ്മൾ ലൈം എന്നുള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇപ്പം ലൈമിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് PYQs ആണ് മോസ്റ്റ്ലി എല്ലാം. ഓക്കെ, അപ്പം PYQs ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി ക്വിക്ക് ലൈം നമ്മൾ പറഞ്ഞല്ലേ, CAO ക്വിക്ക് ലൈം എന്താണ് നോക്കി, ജനറേറ്റ് ഹീറ്റ് ഓൺ വാട്ടർ അഡീഷൻ. നമ്മൾ പറഞ്ഞല്ലേ ക്വിക്ക് ലൈം വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഓപ്ഷൻ ശരിയാണ്. ഓക്കെ, അപ്പോൾ അത് ശരിയാണ്. ഇനി അടുത്ത് നോക്കി റിയാക്ട് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ്. അത് നമ്മൾ പറഞ്ഞു, ഇത് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് നല്ല അഫിനിറ്റിയാണ്, പെട്ടെന്ന് റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. വെൻ മിക്സ്ഡ് വിത്ത് വാട്ടർ ഫ്രോംസ് ലൈക്ക് എ ടൈം അല്ലേ, വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് ലൈക്ക് ലൈം ഉണ്ടാകും. അപ്പം 3 ഓപ്ഷനും ശരിയാണ്. അപ്പം നമ്മുടെ ആൻസർ എന്താ, ഓൾ ദ എബോ. ഇറ്റ് ജനറേറ്റ് ഹീറ്റ് വെൻ വാട്ടർ ആഡഡ് and react with the carbon dioxide, and also when it mixed with water it forms like at lime. ഓക്കെ, 3 പോർഷൻ 3 ടോപ്പിക്സ് 3 പോയിന്റ്സ് ഓർക്കാമല്ലോ. ഇനി അടുത്ത് നോക്കി, ഹൈഡ്രോളിക് ലൈം ഈസ് ഒബ്റ്റെയിൻഡ് ബൈ. ഹൈഡ്രോളിക് ലൈം എവിടെ നിന്ന് കിട്ടും ഞാൻ പറഞ്ഞേ, ഒരു ഇമ്പ്യൂർ ആയിട്ടൊരു സാധനമുണ്ട്, ആരാ, കങ്കാറിൽ നിന്ന്, ബേണിംഗ് ഓഫ് കങ്കാർ, അതിനകത്തു നിന്നാണ് ആര് കിട്ടുന്നത്, ഹൈഡ്രോളിക് ലൈം കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് അടുത്തത് നോക്കിയേ, ക്വിക്ക് ലൈം ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ബേണിംഗ് ഓഫ്. ക്വിക്ക് ലൈം ആരെ ബേൺ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞ ടോപ്പിക്ക്, നമ്മൾ ലൈം സ്റ്റോണിനെ കാൽസിനേഷൻ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, ക്വിക്ക് ലൈം കിട്ടുന്നത്. അപ്പോൾ ക്വിക്ക് ലൈം ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ബേണിംഗ് ഓഫ് ലൈം സ്റ്റോൺ. ഇനി അടുത്തത്, എ സിമെന്റിങ് മെറ്റീരിയൽ ഈസ്. നമ്മൾ താഴെ കുറച്ച് സാധനം നോക്കാം, അത് സിമെന്റിങ് മെറ്റീരിയൽ ആരാന്ന് ചോദിച്ചിരിക്കുന്നത്. സ്റ്റോണിന് വല്ല സിമെന്റിങ് പ്രോപ്പർട്ടി ഉണ്ടോ, ബ്രിക്കിന് സിമെന്റിങ് പ്രോപ്പർട്ടി ഉണ്ടോ, അയണിനുണ്ടോ, 3 പേർക്ക് സിമെന്റിങ് പ്രോപ്പർട്ടി. അപ്പൊ ആരാണ് സിമെന്റിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത്, ലൈം ആണ്. ഓക്കെ, ആരാണ് സിമെന്റിങ് മെറ്റീരിയൽ, ലൈം ആണ് സിമെന്റിങ് മെറ്റീരിയൽ. ഓക്കെ, ഇനി അടുത്ത് നോക്കി, ദ പ്രോസസ് ഓഫ് ബേണിംഗ് ലൈം സ്റ്റോൺ ടു റെഡ്നെസ് ഇൻ കോണ്ടാക്ട് വിത്ത് എയർ. എയറുമായിട്ട് കോണ്ടാക്ട് വന്നു, ലൈം റെഡ് സ്റ്റോൺ ആ റെഡ്നെസ് വരെ അതിനെ എന്ത് ചെയ്തു, ബേൺ ചെയ്തു. അങ്ങനെ കിട്ടുന്ന ആ പ്രോസസ്സിന് എന്ത് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പ്രോസസ്, നമ്മുടെ ഫസ്റ്റ് പോയിന്റ് അതായിരുന്നു അല്ലേ, കാൽസിനേഷൻ നമ്മൾ പറഞ്ഞില്ലേ, അതാണ് കാൽസിനേഷൻ. ഓക്കെ, ക്വിക്ക് ലൈം ഈസ് ലെഫ്റ്റ് എക്സ്പോസ് ടു എയർ. ഓക്കെ, ക്വിക്ക് ലൈം നമ്മൾ എയറുമായിട്ട് എക്സ്പോസ് ചെയ്ത് നിർത്തുക. അപ്പോൾ നമ്മൾ ക്വിക്ക് ലൈമിന്റെ കാര്യം മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തോളാം, ഏകദേശം സെയിം വരുന്ന ക്വസ്റ്റ്യൻ ചെയ്തു. എന്ത് ചെയ്യും, ക്വിക്ക് ലൈം വിൽ അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യും. എന്താണ് അബ്സോർബ്, മോയ്സ്ചറുമായിട്ട് റിയാക്ട് ചെയ്യും. വിൽ ബിക്കം ഇനേർട്ട് പൗഡർ ഓഫ് കാൽസ്യം കാർബണേറ്റ് അല്ലേ, ക്വിക്ക് ലൈം എന്ത് ചെയ്യും, കാൽസ്യം കാർബണേറ്റിന്റെ ഒരു ഇനേർട്ട് പൗഡർ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇത് 3 ശരിയല്ലേ. അപ്പൊ നമ്മുടെ ആൻസർ എന്താ, ഓൾ ദ എബോവ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത് നോക്കി, ദ ലൈം വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ കാൽസിനേഷൻ ഓഫ് പ്യുവർ ലൈം ഈസ്. ഓക്കെ, അപ്പൊ പ്യുവർ ലൈമിനെ കാൽസിനേഷൻ ചെയ്ത് കിട്ടുന്ന ആരെയാണ്, ക്വിക്ക് ലൈം, CaO. നോ ഡൗട്ട് നമുക്കത് പറയാൻ പറ്റും. അടുത്ത എന്താ, ദ പ്രോസസ് ഓഫ് ആഡിങ് വാട്ടർ ടു ലൈം ടു കൺവേർട്ട് ഇറ്റ് ഇൻടു ഹൈഡ്രേറ്റഡ് ലൈം ഈസ് നോൺ ആസ്. ഓക്കെ, ഹൈഡ്രേറ്റഡ് ലൈം ആകുന്ന പ്രോസസ് നമ്മൾ എന്താ പറഞ്ഞേ, സ്ലേക്കിംഗ്. എന്താണ്, സ്ലേക്കിങ്ങിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു, ഒത്തിരി പോയിന്റ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പൊ എന്താണ്, വെള്ളം ആഡ് ചെയ്ത് അതിനെ ഹൈഡ്രേറ്റഡ് ലൈം ആക്കുന്നു. ആ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലേക്കിംഗ്. ഓക്കെ, ഇനി അടുത്ത് നോക്കി, ദ ലൈം സ്യൂട്ടബിൾ ഫോർ മേക്കിംഗ് മോർട്ടാർ. ഓക്കെ, അപ്പൊ കണ്ണടിച്ച് പറഞ്ഞാണോ, ആരാ, ഹൈഡ്രോളിക് ലൈം. അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നു, മോർട്ടാർ ആയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിനൊക്കെ യൂസ് ചെയ്യുന്ന ആരാണ്, ഹൈഡ്രോളിക് ലൈം. പഠിച്ചതല്ലേ, തിയറി പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ അത്. ഇനി അടുത്ത് നോക്കിയേ, ദ ലൈം ഹാവിങ് ഹൈ കാൽസ്യം ഓക്സൈഡ്. ഓക്കെ, ഇതിനകത്ത് നല്ല കാൽസ്യം ഓക്സൈഡ് കണ്ടന്റ് ഉണ്ട്, which can set and become hard only in the presence of carbon dioxide from the atmosphere. ഫാറ്റ് ലൈം. എത്ര പെർസെൻറ്റേജ് ആയിരുന്നു അതിനകത്ത് കാൽസ്യം ഓക്സൈഡ്, 95%. അതിനകത്ത് ഒരു 5% ഇമ്പ്യൂരിറ്റി വരുന്നുള്ളൂ. അതിന്റെ കുറെ പേരുകളൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പം ഇവനാരാണ്, ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റ് ലൈം. കാൽസ്യം ഓക്സൈഡ് കണ്ടന്റ് വളരെ കൂടുതലാണ്, അത് ഹാർഡ് ആൻഡ് സെറ്റ് ഒൺലി ഇൻ ദ പ്രസൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ. ആരാണ് അവന്, ഫാറ്റ് ലൈം. ഓക്കെ, ഇനി അടുത്തത് ക്വിക്ക് ലൈം ഈസ് എ. ക്വിക്ക് ലൈം എന്ന് പറഞ്ഞാൽ എന്താണ്, കാർബണേറ്റ് ഓഫ് ലൈം ആണോ, ഓക്സൈഡ് ഓഫ് ലൈം ആണോ, ലൈം ക്വിക്ക്ലി ട്രീറ്റഡ് വിത്ത് വാട്ടർ ആണോ, അല്ല. ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ലെഫ്റ്റ് ആഫ്റ്റർ കാൽസിനേഷൻ ഓഫ് പ്യുവർ ലൈംസ്റ്റോൺ. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്താണ്, ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ലെഫ്റ്റ് ആഫ്റ്റർ കാൽസിനേഷൻ ഓഫ് പ്യുവർ ലൈംസ്റ്റോൺ. അതിന്റെ CaO, ക്വിക്ക് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, അതൊരു പ്രൊഡക്റ്റ് നമുക്ക് എപ്പോഴും കാൽസിനേഷൻ ചെയ്യുമ്പോൾ ആര്, പ്യുവർ ലൈംസ്റ്റോണിനെ കാൽസിനേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ആര്, ക്വിക്ക് ലൈം. നമ്മൾ തിയറി പറഞ്ഞപ്പോൾ പറയാത്തൊരു ക്വസ്റ്റ്യനാണ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ
ഓരോ സ്കൾപ്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കണ്ടില്ലേ? അപ്പോൾ അതിനാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. മിക്കവാറും എന്തെങ്കിലും കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ മിക്കവാറും വർക്ക് എക്സ്പീരിയൻസ് റിലേറ്റഡിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഒത്തിരി സാധനങ്ങൾ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒബ്റ്റെയിൻ ഫ്രം ദ കാൽസിനേഷൻ ഓഫ്. അപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ത് കാൽസിനേഷൻ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്? ജിപ്സം. ഓക്കെ, നമ്മൾ സിമെന്റിലൊക്കെ യൂസ് ചെയ്യുന്ന റിട്ടാർഡിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ജിപ്സം. ജിപ്സത്തെ കാൽസിനേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഓക്കെ, പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ പറ്റി നമ്മൾ പറയാത്തതുകൊണ്ട് കുറച്ച് പോയിന്റ്സ് ഇവിടെ പറയാം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ ഹൈഡ്രേറ്റഡ് കാൽഷ്യം സൾഫേറ്റ്. എന്താണ്? ഇതൊരു കാൽഷ്യം സൾഫേറ്റ് ആണ്. ഓക്കെ, എന്താണ്? ഇറ്റ് ഈസ് ഒബ്റ്റെയിൻ ഫ്രം കാൽസൈനിങ് ജിപ്സം. ജിപ്സത്തെ കാൽസിനേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുന്നത്? നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ കിട്ടുന്നത്. ഇനി അവന്റെ കെമിക്കൽ ഫോർമുല നോക്കിയേ. CaSO4, കാൽഷ്യം സൾഫേറ്റിന്റെ കൂടെ ഒരു ഹാഫ് H2O. ഫുൾ H2O ഉണ്ടോ? ഇല്ല, ഒരു ഹാഫ് H2O. അങ്ങനെയാണ് ആര് വരുന്നത്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് വരുന്നത്. ഇനി ആ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാകുന്ന കെമിക്കൽ ഫോർമുല നോക്കിയേ. എങ്ങനെയാണ്? CaSO4 2H2O. ഓക്കെ, കാൽസ്യം സൾഫേറ്റ് 2H2O ഉള്ള ഒരു കാൽസ്യം സൾഫേറ്റ് ഹീറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പം എന്തുണ്ടാകും? കാൽസ്യം സൾഫേറ്റ് 0.5 H2O ഉണ്ടാവും. ഒരു 1.5 H2O സ്റ്റീമായിട്ട് പോവുകയും ചെയ്യും. ഓക്കെ, ഇനി ഈ ജിപ്സത്തെ ഏതോ ഒരു ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്താലേ നമുക്ക് ആരെ കിട്ടത്തുള്ളൂ? പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ കിട്ടത്തുള്ളൂ. അത് കെൽവിനെ ചോദിച്ചാൽ 373 to 393 കെൽവിൻ എഴുതണം. ഡിഗ്രി സെൽഷ്യസ് ചോദിച്ചാൽ 150 ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതണം. ഓക്കെ, പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ മെയിൻ പോയിന്റ്സ് കഴിഞ്ഞല്ലോ. ഈ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനിയും വരാവുന്നത് ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇനി പ്ലാസ്റ്റർ ഓഫ് പാരീസിന് വരുവാണെങ്കിൽ വരത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. ലൈം ഈസ് യൂസ്ഡ് ഫോർ. ലൈം എന്തിനൊക്കെ യൂസ് ചെയ്യും? ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇംപ്രൂവിങ് സോയിൽ എന്നാണ്. ഇംപ്രൂവിങ് സോയിൽ ഫോർ അഗ്രികൾച്ചർ എന്നാണ്. അപ്പം ഇംപ്രൂവിങ് സോയിൽ ഫോർ അഗ്രികൾച്ചർ, ലൈം സ്റ്റെബിലൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അഗ്രികൾച്ചറിന് യൂസ് ചെയ്യുന്ന സോയിലിനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി നമ്മൾ ലൈം യൂസ് ചെയ്യും. അപ്പം ലൈമ് നമ്മൾ എന്താണ്, നമ്മൾ ഈ ചില പണ്ടൊക്കെ ഈ തെങ്ങിനൊക്കെ തടം എടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിലൊക്കെ ശ്രദ്ധിച്ചാൽ മതി. തെങ്ങൊക്കെ ഉണ്ടെങ്കിൽ അതിന് തടം എടുക്കും. വട്ടത്തിലെടുത്തിട്ട് ഈ ലൈം ഇങ്ങനെ പൗഡർ പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പം അങ്ങനെ എന്താണ്, നമുക്ക് സോയിലിന്റെ ആ ഒരു പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി ലൈമിനെ യൂസ് ചെയ്യാം. പിന്നെ എന്തിനാ യൂസ് ചെയ്യാം? പണ്ടൊക്കെ പ്ലാസ്റ്ററിങ്ങിന് യൂസ് ചെയ്തിരുന്നു. പിന്നെ എന്താണ്? ആസ് എ മെട്രിക്സ് ഫോർ കോൺക്രീറ്റ്. ഓക്കെ, കോൺക്രീറ്റിന്റെ മെട്രിക്സ് ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ഓൾ ദ എബോവ് ആണ്. ഇനി അടുത്ത എന്താ? ദ അഡ്വാൻറ്റേജ് ഓഫ് ആഡിങ് പൊസോളന ടു ലൈം ഈസ്. നമ്മൾ സിമെന്റിൽ പൊസോളന ആഡ് ചെയ്തിട്ടില്ലേ? പൊസോളനിക് സിമെന്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ? പൊസോളനിക് കോൺക്രീറ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? നമ്മൾ ഈ ലൈമില് പൊസോളനെ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും? ഇൻക്രീസ് റെസിസ്റ്റൻസ് ടു ക്രാക്കിംഗ്. ഓക്കെ, ലൈം ക്രാക്ക് ചെയ്യാതെ അതിനൊരു റെസിസ്റ്റൻസ് കിട്ടും. ഇനി എന്ത് ചെയ്യും? അതിന്റെ ഷ്രിങ്കേജിനെ കുറയ്ക്കും. റെഡ്യൂസ് ഷ്രിങ്കേജ്. ഇറ്റ് ഇമ്പാർട്ട്സ് ഗ്രേറ്റർ സ്ട്രെങ്ത്. അതിന്റെ സ്ട്രെങ്ത് കൂട്ടും. അപ്പൊ എന്താണ്? ഇതെല്ലാം പറ്റും. അപ്പം അഡ്വാൻറ്റേജ് ഓഫ് ആഡിങ് പൊസോളന ടു ലൈം എന്ന് പറഞ്ഞാൽ ഓൾ ദ എബോവ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ കെമിക്കൽ ആക്ഷൻ ബിറ്റ്വീൻ ലൈം ആൻഡ് വാട്ടർ ഈസ് ടെക്നിക്കലി നോൺ ആസ്. ഓക്കെ, അപ്പം ഒരു ലൈമും വാട്ടറൂടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുക. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് എന്ത് പറയാം? ഹൈഡ്രേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി കോമൺലി യൂസ്ഡ് ലൈം ഇൻ വൈറ്റ് വാഷിംഗ്. വൈറ്റ് വാഷിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കണ്ണടച്ച് എഴുതിക്കണം. ആരെ? നമ്മുടെ ഫാറ്റ് ലൈൻ. അവനല്ലേ നമ്മുടെ ഫാറ്റ് ലൈൻ. അവനെ എഴുതിക്കണം. വൈറ്റ് വാഷിംഗ് എന്ന് കഴിഞ്ഞാൽ ഫാറ്റ് ലൈൻ. അടുത്തെന്താ? The lime which contains mainly calcium oxide slaking with water is. Okay, എന്താണ്? മെയിൻലി കാൽസ്യം ഓക്സൈഡ് ആണ് അവനിലുള്ളത്. ഇത് സ്ലേക്സ് വിത്ത് വാട്ടർ. ആരാണ്? ക്വിക്ക്ലൈം. കാൽസ്യം ഓക്സൈഡ് ആണ് മെയിൻ എന്ന് പറഞ്ഞാൽ ക്വിക്ക്ലൈം. ഓക്കെ, സ്ലേക്സ് വിത്ത് വാട്ടർ, ക്വിക്ക്ലൈം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. The setting of hydraulic lime and cement is facilitated by the presence of. ഓക്കെ, എന്തിന്റെ പ്രസൻസിലാണ് സിമെന്റ് ലൈമും ഒക്കെ സെറ്റ് ചെയ്യുന്നത്? വാട്ടറിന്റെ പ്രസൻസിലാണ്. ഓക്കെ, അടുത്തേക്ക്. ദ സെറ്റിംഗ് ഓഫ് ക്വിക്ക് ലൈം ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്. ഓക്കെ, ക്വിക്ക് ലൈം സെറ്റ് ചെയ്യുന്നത് ആരുടെ പ്രസൻസിലാണ്? നമ്മുടെ CO2ന്റെ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ പഠിച്ചു വെക്കാലോ. ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. ലൈമിന്റെ പോർഷൻ നോക്കുക. ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ ചാൻസ് ഉള്ളൂ കേട്ടോ അതിനകത്തുനിന്ന്. വരുവാണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും പോയിന്റ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. അപ്പോൾ ടെസ്റ്റിന്റെ പേര്, ലൈമിന്റെ കണ്ടൻസ്, അതിന്റെ പ്രോപ്പർ നമ്മൾ പറഞ്ഞ ടേംസ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒക്കെ നോക്കുക. നമ്മൾ എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈമിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം നോക്കുക. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.